ഇത് ട്രിബർഗ് നമുക്ക് വളരെ പരിചയമുള്ള ഒന്നിന്റെ ജന്മസ്ഥലമാണ്. ഒന്നല്ല രണ്ട്. എന്താണെന്നല്ലേ? അപ്പോൾ യൂറോപ്യൻ മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മളുള്ളത് ട്രിബർഗ് റെയിൽവേ സ്റ്റേഷനാണ്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ അല്ലേ? ഈ ചുറ്റും കാണുന്നതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ എന്തിന്റെ ജന്മസ്ഥലമാണെന്ന്? നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ജന്മസ്ഥലമാണ് ട്രിബർഗ്. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മാത്രമല്ല കേട്ടോ, നമ്മളിൽ പലരിലും കൗതുകമുണർത്തിയ കുക്കു ക്ലോക്കിന്റെ ജന്മസ്ഥലം കൂടിയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. കുക്കു ക്ലോക്ക് മണിക്കൂറാകുമ്പോൾ ഒരു ചെറിയ പക്ഷി വന്നു പോകുന്ന ക്ലോക്കില്ലേ, അതുതന്നെയാണ് ഈ കുക്കു ക്ലോക്ക്. ട്രിബർഗിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജർമ്മനിയിലെ ലാർജസ്റ്റ് വാട്ടർഫോൾ ട്രിബർഗിലാണ്. ട്രിബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് ബസ് യാത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് ഭാഗം. നേരത്തെ റൂം ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ വളരെ എളുപ്പമായിരുന്നു. കയ്യിലുള്ള കാർഡ് വെച്ച് സ്കാൻ ചെയ്താണ് റൂം ഓപ്പൺ ചെയ്യേണ്ടത്. റൂമിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് സൈഡിൽ ഒരു ഡ്രസ്സൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ്. അത് കഴിഞ്ഞൊരു സിംഗിൾ ബെഡ്, പിന്നെ ഒരു മാസ്റ്റർ ബെഡ്. റൂമിൽ നിൽക്കുമ്പോൾ തന്നെ ട്രിബർഗ് വാട്ടർഫോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. പിന്നെ വരുന്ന ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ വാഷ് ഏരിയ ആണ്. കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ടിഷ്യൂ, ഹെയർ ഡ്രയർ, ടവൽസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ പൊതുവെ ടാപ്പ് വാട്ടർ കുടിക്കുന്നത് കൊണ്ട് തന്നെ ടാപ്പ് വാട്ടർ കുടിക്കാനുള്ള ഗ്ലാസ് അവിടെ തന്നെയുണ്ട്. ഇതാണ് ഷവർ ഏരിയ. വാട്ടർഫോൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർഫോളിൽ കുളിക്കാൻ പറ്റാത്തവർക്ക് ആ ഫീൽ തരാനാണോ എന്നറിയില്ല, ഷവർ ഏരിയ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇതിന്റെ ഡോറിന് ലോക്കില്ല. അതായത് ഈ ബാത്റൂമിൽ കുറേ സമയം ആരെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അകത്ത് വന്ന് ഇറക്കി വിടാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ ബാത്റൂമിലെ ഹീറ്റർ. പിന്നെ ടിഷ്യൂ കൾച്ചറിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ 2 എക്സ്ട്രാ ടിഷ്യൂ റോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയി പുറത്തിറങ്ങി. എന്തോ ഭംഗിയല്ലേ പുറത്ത് കാണാൻ. ഈ കാട് കാണുമ്പോൾ തന്നെ കറുപ്പായിട്ടല്ലേ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പേര് വന്നത്. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ചാത്തന്മാരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് തോന്നിയത് ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് അത് കൂടുതൽ ഭംഗി കൂട്ടുക ചെയ്തിട്ടുള്ളത്. ട്രിബർഗിൽ എത്തുന്ന ഏതൊരാളും കാണാതെ പോകാൻ പാടില്ലാത്ത മറ്റൊരു അത്ഭുതമാണ് കേട്ടോ ഈ ശ്വാസ്വാൾ മ്യൂസിയം. ഇതിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ തോന്നിയത് ഒരു ടൈം മെഷീനിലേക്ക് കയറിയ പോലെയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ സ്ത്രീകൾ ധരിച്ചിരുന്ന ഒരു ചുവന്ന വൂളൻ ബോൾസ് കൊണ്ടുള്ള പരമ്പരാഗത തൊപ്പിയാണ്. പിന്നെ കാണുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഡ്രസ്സുകളാണ്. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കാണാനുള്ളത് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. പഴയ സ്പിന്നിങ് വീൽസ്, ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, വുഡ് ക്രാവിംഗ്സ് ടൂൾസ് എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഓർഗൻ, ട്രഡീഷണൽ ബാൻഡ് ഇൻസ്ട്രുമെന്റ്സ്. ചിലത് നമുക്ക് 5 അല്ലെങ്കിൽ 2 യൂറോയുടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നതാണ്. ഒന്ന് കേട്ട് നോക്കിയാലോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മ്യൂസിയം ബ്ലാക്ക് ഫോറസ്റ്റിലെ ജീവിത രീതിയും സംസ്കാരവും കലയും സംഗീതവും ചേർന്ന ഒരു കാലത്തിന്റെ കഥ പറഞ്ഞ പോലെയുള്ള ഒരു ഫീലാണ് തന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ട്രിബർഗിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആയ ഹൗസ് ഓഫ് 1000 കുക്കു ക്ലോക്കിലേക്കാണ്. ഹൗസ് ഓഫ് 1000 കുക്കു ക്ലോക്ക് പേരിൽ തന്നെയുണ്ട് ആയിരക്കണക്കിന് കുക്കു ക്ലോക്കുകൾ ഒരുമിച്ചുള്ള ഷോപ്പ്. ഈ ഷോപ്പിന്റെ മുകളിലായിട്ടാണ് ഈ ജയന്റ് കുക്കു ക്ലോക്ക് ഉള്ളത്. അതിൽ കുക്കു വരുന്നത് നോക്കി റോഡിന് ഇരുവശത്തും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാളായിട്ടായിരുന്നു ഞങ്ങളും നിന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ കുക്കു വന്നിട്ട് പോയി. പക്ഷെ വാട്ടർഫോൾ എന്നുള്ള ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സൗണ്ട് കാരണം കുക്കുയുടെ സൗണ്ട് അത്രയും ക്ലിയർ ആയിരുന്നില്ല.
അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പക്ഷിക്കൂട്ടിൽ കയറിയ പോലെയുണ്ടല്ലേ. ചെറുതും വലുതുമായ ട്രഡീഷണൽ ഡിസൈൻ മുതൽ മോഡേൺ ആർട്ട് വരെയുള്ള ആയിരക്കണക്കിന് കളക്ഷനുകളാണ് ഇവിടെ ഈ കാണുന്നത്. ഈ ഷോപ്പിൽ കുക്കു ക്ലോക്കുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസുകളുമുണ്ട്. ഇവിടെ നിന്നപ്പോൾ ഓരോ കുക്കു ക്ലോക്ക് കാണുമ്പോഴും അത് വേണമെന്ന് തോന്നും. ഒന്ന് മാറി ഒന്ന് അടുത്തതിലേക്ക് കാണുമ്പോൾ തോന്നും ഇത് മതിയെന്ന്. പക്ഷെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ പൈസ അങ്ങ് കാണുമ്പോൾ ആ ചിന്തി അങ്ങ് മാറി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ. ഇന്ത്യൻ റുപ്പീസ് കുക്കു ക്ലോക്കിന്റെ വില പറയുകയാണെങ്കിൽ ഏകദേശം 1500 രൂപ മുതൽ 20 ലക്ഷം വരെയുള്ള കുക്കു ക്ലോക്കുകൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കുക്കു ക്ലോക്കുകളും അല്ലാതെ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇവിടെ വന്നതിന്റെ ഓർമ്മക്കായി ഞങ്ങളും ഒരു ചെറിയ ക്ലോക്ക് വാങ്ങിച്ചു. മെയ്ഡ് ഇൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് എഴുതിയ ചെറിയൊരു കുക്കു ക്ലോക്ക്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാനാണ്. കേക്ക് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് കേക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.